കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ യാത്രകൾക്കായി ഖജനാവിന് 762 കോടി രൂപ ചിലവായതായി കഴിഞ്ഞ ദിവസം മാതൃഭൂമി ഒരു വാർത്ത നൽകിയിരുന്നു. യാത്രകളിലെ ആതിഥേയത്വ ചെലവുകളുടെ ഭൂരിഭാഗവും ആതിഥേയ രാജ്യം വഹിക്കുന്നെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ, ഔദ്യോഗിക പ്രതിനിധികൾ, മാധ്യമ സംഘം, മറ്റ് ലോജിസ്റ്റിക്സ് എന്നിവയ്ക്കാണ് സർക്കാർ കൂടുതലും ചിലവഴിക്കുന്നത് എന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടിന് വ്യക്തമായ ഒരു മറുപടി നൽകിയിരിക്കുകയാണ് ഡോക്ടർ ടി.പി. സെൻകുമാർ. വിദേശ യാത്രയുടെ ചിലവ് മാത്രം പറയുന്ന മാതൃഭൂമി എന്തുകൊണ്ട് ഇന്ത്യക്കുണ്ടായ നേട്ടങ്ങൾ മറച്ചുപിടിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്ക് 762 കോടി ചിലവായെന്നാണ് മാതൃഭൂമിയുടെ വിഷമം. മാതൃഭൂമി വിഷമിക്കേണ്ട. കുഞ്ഞുകുട്ടി പരാധീനതകളുമായി നാട് കാണാൻ പോയതല്ല, ഒറ്റയ്ക്കാണ് പോയത്. മാധ്യമ പ്രവർത്തകരെ കൂടെ കൊണ്ടുപോയില്ലെന്ന് നിങ്ങൾക്ക് വിഷമം കാണും. അങ്ങനെ കുറെ പേർക്ക് നാട് കാണാൻ അവസരമുണ്ടായിരുന്നു. കാര്യമൊന്നും നടന്നില്ലെങ്കിലും പക്ഷെ ഇപ്പോൾ പോയ ഓരോ യാത്രകൾക്കും അതിന്റെ ഫലങ്ങളുണ്ട്. ഏകദേശം $750 ബില്യൺ അധികമാണ് ഇന്ത്യയിൽ വന്ന വിദേശ നിക്ഷേപം. പിന്നെ ഡിഫൻസ് ഡീൽ എത്ര എണ്ണം ഒപ്പുവെച്ചു? ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് 9 എണ്ണം ഒപ്പുവെച്ചു. അന്തർദേശീയ കാര്യങ്ങളിൽ ഇന്ത്യക്കുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഈ യാത്രകളൊക്കെയാണ് ഇന്ത്യയിൽ നിന്ന് ലോകശക്തിയായി അമേരിക്ക 50% നികുതി ചുമത്തിയിട്ട് പോലും കുലുക്കാൻ കഴിയാത്ത ലോകശക്തിയായി മാറ്റിയത്. മാത്രമല്ല, പ്രധാനമന്ത്രിക്ക് ഒരു പൈസ പോലും മെഡിക്കൽ എക്സ്പെൻസ് ആയി വന്നിട്ടില്ല. മൗദൂദി പത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇതിലൊക്കെ വിഷമം കാണും. എങ്കിലും പ്രധാനമന്ത്രിയുടെ മെഡിക്കൽ എക്സ്പെൻസും അടക്കം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്നും സെൻകുമാർ പറഞ്ഞു. ശരിക്കും നമ്മുടെ രാജ്യത്തിനോട് മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക്, വികസിത ലോകരാഷ്ട്രങ്ങൾക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും, പല രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന വികസനത്തിലുമൊക്കെ വളരെ വലിയ രീതിയിൽ മുന്നിട്ട് നിൽക്കുന്ന മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഭാരതം പോലുള്ള ഒരു രാജ്യത്തിന്റെ തലവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്രത്തോളം പ്രിയങ്കരനാണ് എന്നത് മാത്രം നോക്കിയാൽ മതി അദ്ദേഹത്തിന്റെ ഈ വിദേശ യാത്രകളുടെ വിജയം എന്താണ് എന്ന് മനസ്സിലാക്കാൻ. ഒരു പ്രശ്നമുണ്ടായാൽ അവിടെ ആദ്യം പല ലോകരാഷ്ട്രങ്ങളും ലോകരാഷ്ട്ര തലവന്മാരും ആദ്യം ചോദിക്കുന്നത് നരേന്ദ്രമോദിയുടെ അഭിപ്രായമാണ്. ഭാരതം എന്ത് പറയുന്നു എന്നതാണ്. അത്രമാത്രം വില പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതിനൊപ്പം ഭാരതത്തിനും ലഭിച്ചു എങ്കിൽ അദ്ദേഹത്തിന്റെ ഈ നയതന്ത്ര യാത്രകൾ തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഇത്തരം ഈ മാതൃഭൂമിയുടെ ഈ പത്രത്തിന്റെ ഈ വാർത്തയുടെ താഴെ തന്നെ ഒരുപാട് പേർ വന്ന് വളരെ മോശമായ രീതിയിൽ നരേന്ദ്രമോദിയെ വിമർശിക്കുന്നുണ്ട്. ചില പഴഞ്ചൊല്ലുകൾ സഹിതം ചില കമന്റ്സുകൾ ഇടുന്നുണ്ട്. പക്ഷേ ആ പഴഞ്ചൊല്ലിൽ പറയുന്ന പോലെ, ആ വാക്ക് ബഹുമാന്യനായ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ ആ പഴഞ്ചൊല്ലിൽ പറയുന്നത് പോലെ ചിലർക്കെങ്കിലും മനസ്സിലാവും. ആ പഴഞ്ചൊല്ലിൽ പറയുന്നത് പോലെ വെറുതെ ചന്തയ്ക്ക് പോയി വന്ന ഒരു അല്ലെങ്കിൽ ചന്തയ്ക്ക് പോയി മറ്റ് ലോക നേതാക്കൾ വന്നു പോയ ഒരു ഇഫക്റ്റ് അല്ല, അത്തരത്തിലുള്ളൊരു ആഫ്റ്റർ ഇഫക്റ്റ് അല്ല നരേന്ദ്രമോദിയുടെ ഈ ലോക യാത്രകളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിരിക്കുന്നത്. അത് എത്ര മറച്ചു വെച്ചാലും ശരി, ഇനി ആരൊക്കെ നരേന്ദ്രമോദിയെയോ അല്ലെങ്കിൽ മോദി സർക്കാരിനെയോ അദ്ദേഹത്തിന്റെ വിദേശയാത്രയോ മോശമാക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വാർത്തകളിലൂടെയും ഒക്കെ കൊടുത്താൽ പോലും ജനത്തിന് മനസ്സിലാകും, സാധാരണക്കാരായ ജനത്തിന് മനസ്സിലാകും എത്രമാത്രം വികസനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഈ യാത്രകളിലൂടെ, എത്രമാത്രം നല്ല ബന്ധങ്ങളാണ്, നയതന്ത്ര ബന്ധങ്ങളാണ് ഭാരതത്തിന് ഉണ്ടായിരിക്കുന്നത് എന്ന്. വെള്ളിയാഴ്ചയാണ് പ്രധാനമന്ത്രിയുടെ വിദേശ യാത്രകളുടെ ചിലവും ഒപ്പമുള്ള പ്രതിനിധി സംഘങ്ങളെ കുറിച്ചുള്ള മറ്റു വിവരങ്ങളും വിശദീകരിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ രേഖാമൂലമുള്ള മറുപടിയിൽ വെളിപ്പെടുത്തൽ വന്നത്. 2024 ഈ വിദേശയാത്രകൾക്കുള്ള വാർഷിക ചെലവ് 100 കോടി രൂപയിൽ അധികമായിരുന്നുവെങ്കിൽ 2025 മോദി യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക, ആഫ്രിക്ക, കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയപ്പോൾ അത് 175 കോടി രൂപ കവിഞ്ഞതായി മറുപടിയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.